ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എന്താണിപ്പോൾ ഈ നേരില്ലാത്ത നേരത്ത് ഈ ഒരു വിഷുവിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും, തലയ്ക്ക് സുഖമില്ലെന്നൊക്കെ തോന്നും. പക്ഷേ അതല്ല അതിൻ്റെ കാര്യം. എൻ്റെ ഫോണിലെ മെമ്മറി അങ്ങോട്ട് ഫുള്ള് വന്ന് നിറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാണ് കളയേണ്ടത്, എവിടേക്കാണ് എടുത്ത് വെക്കേണ്ടത് ഒന്നും നിശ്ചയില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു തോന്നലുണ്ടായത്. എന്തായാലും യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അതിനകത്തിട്ട് കഴിഞ്ഞാൽ ഏത് കാലത്ത് വേണമെങ്കിലും കാണാമല്ലോ. പിന്നെ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു കാര്യങ്ങളല്ല. കുറേ ഒരു എന്താ പറയുക, പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ഞങ്ങൾക്ക് എന്നും ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ വിഷു ആഘോഷിക്കാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിഷുവും ഓണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഈ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അനിയനും അനിയൻ്റെ വൈഫും കുട്ടിയും, അനിയന് കുട്ടി ഉണ്ടായിട്ട് ഇപ്പോൾ ആദ്യത്തെ വിഷുവാണിത്, അവൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഇഹാൻ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ ഇച്ചുട്ടനും ഇച്ചപ്പനെന്നൊക്കെ വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ് അവൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു വിഷു ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള കുറേ പൂത്തിരി മെത്താപ്പൊക്കെ കത്തിക്കാനാകുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പടക്കത്തിനോട് ചെറിയ പേടിയുണ്ടായിരുന്നു, എന്നാലും പിന്നെ ആൾക്കത് ശീലമായി. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ നല്ല കണിയൊക്കെ വെച്ച് ഞങ്ങൾ അടിപൊളിയാക്കി എന്തായാലും വിഷു. പിന്നെ ചെറിയ രീതിയിൽ സദ്യ, അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടികൾ. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ അടിപൊളിയാക്കി. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ശാരീരികമായിട്ടൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്തായാലും വിഷു നന്നായിട്ട് ആഘോഷിക്കാം, ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അനിയനും വൈഫും കുട്ടിയൊക്കെ ബാംഗ്ലൂരായിരുന്നു. അവർ വന്നിട്ട് പിന്നെ വിഷുവിന് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവർക്ക് ലീവ് കിട്ടിയല്ലോ ഭാഗ്യം കൊണ്ട്. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഭംഗിയായി. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളല്ലേ നമ്മളുടെ ഒരു അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക, സമ്പാദ്യം എന്ന് പറയാൻ. കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്നൊന്നും ടെക്നോളജി ഒന്നും ഇത്ര വലിയ ഇതല്ലാത്തത് കൊണ്ട് തന്നെ ആ ഓർമ്മകളൊന്നും സൂക്ഷിച്ച് വെക്കാനോ, കുറേ ഫോട്ടോസ് ഉണ്ടെന്നല്ലാതെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഇപ്പോൾ ഉണ്ടായേനെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ അങ്ങോട്ട് വന്നിട്ട് എന്താ പറയുക, കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അവിടെ കിടന്ന് അങ്ങോട്ട് സ്ഥലമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം പൊതുവെ. അപ്പോൾ ഇച്ചപ്പൻ നല്ല ഒരു എന്താ പറയുക, അവനിപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നതൊന്നും അറിയില്ല, എന്നാലും അവൻ ആഘോഷിച്ചു എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ നല്ല സന്തോഷമായി. കാരണം അവർക്ക് ഈ പടക്കം, പൂത്തിരി, അതുപോലെ തന്നെ മത്താപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളല്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരും മാക്സിമം എൻജോയ് ചെയ്തു. ഇനി ഇതെൻ്റെ അച്ഛൻ്റെ കൂടെ ഇച്ചപ്പനെ എത്തിയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.